ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. പിന്നെ ഒരു മോർണിംഗ് ഹറിബറിയുടെ ഇടയിലുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ട്രയാങ്കിൾ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ചപ്പാത്തി പരത്തി എടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തേച്ച് കഴുകി വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രാവിലെ വിളക്കൊക്കെ കൊളുത്തി നമ്മളൊന്ന് കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഇതാണ് കേട്ടോ. അപ്പോൾ ദേ ജനലെല്ലാം തുറന്ന് നമ്മുടെ തട്ടകത്തിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ തലേ ദിവസം തിളപ്പിച്ച് വെച്ച അരി ഒന്നും കൂടെ തിളപ്പിക്കാൻ എടുത്ത് വെച്ചു. പിന്നെ കുക്കറിൽ ഇന്നലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് അത് വേവിക്കാൻ വെച്ചു. പിന്നെ ഇഡ്ഡലിക്കായിട്ട് ഇഡ്ഡലി പാത്രം വെച്ചു. അതിൽ ആവി വന്നത് ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുകയാണ് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട്. അപ്പം ഇതിന് ശേഷം ഞാൻ നേരെ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നത്തെ കറികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇതുപോലെ ഒരുമിച്ചെടുത്ത് ഈ സ്ലാബിൻ്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും അടുക്കളയിൽ നിന്ന് ഫ്രിഡ്ജിലോട്ട് പോയി ഫ്രിഡ്ജ് തുറന്ന് എടുത്ത് സമയവും വേസ്റ്റാണ്, നമ്മുടെ എനർജിയും വേസ്റ്റാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചായക്കുള്ള വെള്ളം എടുക്കുകയാണ്. കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. അതേ സമയം തന്നെ നമ്മുടെ അരിയും തിളച്ചു. അപ്പോൾ അരി ഊറ്റി പിന്നെ കുക്കർ ബാക്കിലത്തെ ഗ്യാസിലോട്ട് ഓഫ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഹസ്ബൻഡിനുള്ള ചായക്കുള്ള വെള്ളം വെച്ച് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനുള്ളതെല്ലാം ഒരുമിച്ചെടുത്ത് തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ചു. അതിലേക്ക് തേയില ഇട്ട് കൊടുത്തു. തേയില ഇട്ട് ഉടനെ തന്നെ ഞാൻ പാലൊഴിക്കാറില്ല, അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കും. അപ്പോഴത്തേക്ക് വെള്ളത്തിലാവുമ്പോൾ നമ്മുടെ ഈ തേയിലയുടെ ആയാലും കോഫിയുടെ ആയാലും ഡിക്കോഷൻ പെട്ടെന്ന് കൂടുതൽ ഇറങ്ങാൻ എളുപ്പം വെള്ളത്തിലാണ്. അതിപ്പോൾ നന്നായിട്ട് കടുപ്പം കിട്ടും കേട്ടോ, അതിനാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ സവോള അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് വലിയ സവോളയുണ്ട്, ഒരു 1/4 ഭാഗം സവോളയെ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക്. ആ സമയം കൊണ്ട് നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ച് പതപ്പിച്ച് അടിപൊളി ഒരു പതപ്പിച്ച ചായ ഹസ്ബൻഡിന് കൊടുക്കുകയാണ്. ബാക്കി ചായയും ഹസ്ബൻഡിനുള്ളതാണ്, അത് കാപ്പി കുടിക്കാൻ വരുമ്പോൾ പുള്ളി എടുത്തോളും. അപ്പോൾ ഇതുപോലെ ബാക്കിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കിച്ചണിൽ നിന്ന് പുള്ളിയുടെ അടുത്ത് സംസാരിക്കാം. ഈ സമയമൊക്കെ നമുക്ക് തമ്മിൽ സംസാരിക്കാൻ കിട്ടാറുള്ളൂ കേട്ടോ. പിന്നെ ഈ ചീനച്ചട്ടി ഉണ്ടോ, ഇത് നല്ല പഴക്കമുള്ള ഒരു ചീനച്ചട്ടിയാണ്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്ന ഒരു സാധനമാണ് ഇവിടെ. അപ്പോൾ എല്ലാ വീടുകളിലും കാണില്ല ഇതുപോലെ നല്ല പഴക്കം ചെന്നതും. നമുക്ക് എത്ര മാറ്റി വാങ്ങിച്ചാലും വാങ്ങാനുണ്ടെങ്കിലും നമുക്ക് ഇതായിരിക്കും ഒരു കൈത്തഴക്കം വന്ന ഒരു പാത്രം എന്ന് പറയുന്നത്. അപ്പം അത് ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളി വഴറ്റുന്നത്. അപ്പം ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ കൊഞ്ച് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സവോള അരിയാണ്. അപ്പം ഞാൻ ആദ്യം കൊഞ്ച് റോസ്റ്റാണ് പ്ലാൻ ചെയ്തത്. അത് ചെയ്ത് പകുതിയായപ്പോഴത്തേക്ക് മോള് വന്നിട്ടുണ്ട്, റോസ്റ്റ് വേണ്ട ഫ്രൈ മതി എന്നുണ്ട്. പിന്നെയാണ് ഞാനത് മാറ്റി ഫ്രൈ ചെയ്യാനായിട്ട് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് റോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു തൊണ്ടമുളകും കൂടെ ഇട്ട് കൊടുത്തത് കേട്ടോ. അതും വഴറ്റാൻ ഇട്ട് കൊടുത്തിട്ട് ആ സമയം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് തോരന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് അരിയാണ്. അപ്പം ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറിയും ചോറും മോര് കാച്ചിയതും ഉരുളക്കിഴങ്ങ് തോരനും കൊഞ്ച് ഫ്രൈയുമാണേ. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസിലെ പ്രഷറെല്ലാം പോയി. അത് ഞാൻ അടപ്പ് തുറന്നു, നമ്മൾ വഴറ്റി വെച്ച സവോളയൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്തു. അതിലേക്ക് 3-ാം പാലൊഴിച്ച് തിളച്ച് കുറുകിയതിന് ശേഷം 2-ാം പാലൊഴിച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള സവോള ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുത്ത് വഴറ്റി കൊഞ്ചും ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ സമയമായപ്പോൾ തക്കാളി ഇടുന്ന സമയമായപ്പോഴാണ് ആശാത്ത് വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞാൻ തക്കാളിയൊന്നും ഇട്ടില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആ മുളകിട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അത് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് അപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് 1-ാം പാല് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് തിള വന്ന് തുടങ്ങുന്നത് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിലേക്ക് വേറൊരു പാത്രം വെച്ച് കൊടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരന് വേണ്ടിയിട്ട് കടുക് താളിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ
കൊഞ്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കൊഞ്ചൊക്കെ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ദേ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അത് മാറ്റി അതിലേക്ക് നമ്മുടെ മറ്റേ പരമ്പരാഗത സ്വത്തായിട്ടുള്ള ആ ചീനച്ചട്ടി വെച്ചു കൊടുത്തു. ഇനി അതിൽ നമുക്ക് മോര് കാച്ചിയെടുക്കാം. മോര് കാച്ചാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാം. കടുകും ഉലുവയും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി, അത് നീളത്തിലാണ് ഞാനിന്ന് കട്ട് ചെയ്തത്, നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ പച്ചമുളകും ഇത്രയും കൂടെ ഇട്ട് അത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനുശേഷം ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മുടെ തൈരുണ്ടല്ലോ, തൈര് നന്നായിട്ട് ഒരു വിസ്കോ ഒരു ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് ഒന്ന് വിസ്ക് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി എല്ലാം പാത്രത്തിലാക്കി, ഗ്രീൻ പീസ് കറി പാത്രത്തിലാക്കി വെച്ചു. അപ്പം അതുവരെയുള്ള പാത്രങ്ങളെല്ലാം നമ്മുടെ സിങ്ക് അക്ഷയപാത്രം നിറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ അക്ഷയപാത്രം ഒന്ന് കാലിയാക്കിയില്ല, പകുതി പറ്റുന്ന കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. അതിന് തോരൻ ഉണ്ടാക്കുന്നത്, അതായത് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിൽ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്, മുളക് പൊടി ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ച ബാക്കി വന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ പാത്രങ്ങളിലൊക്കെ ആക്കി ബാക്കി എടുത്തതെല്ലാം തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പം തന്നെ കുറച്ച് സ്ഥലവും കിട്ടും. ചോറ് വടിച്ചതെടുത്തു. പിന്നെ ഉരുളക്കിഴങ്ങ് വെന്തപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. അതായത് നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ മോര് കാച്ചി അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ തീയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. മോര് കാച്ചുമ്പോൾ തീ കൂടിപ്പോയി അപ്പം തന്നെ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറിയും റെഡിയായി. അത് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ഡൈനിങ് ടേബിളിൽ വെച്ച് കൊടുത്തു. അപ്പം മക്കൾ രണ്ടുപേരും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, അവർക്ക് കൊടുത്ത് അവരിരുന്ന് കഴിച്ചോളുമല്ലോ. അപ്പോൾ രണ്ടുപേരും വന്ന് കഴിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് അതുവരെയുള്ള ബാക്കി പാത്രങ്ങളൊന്ന് കഴുകി വെക്കുകയാണ്. ഇത് കഴുകിയെല്ലാം എടുത്തതിന് ശേഷം മക്കൾക്ക് ചോറ് കോരി വെക്കാമെന്ന് കരുതി. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും വരും പാത്രങ്ങൾ. നമ്മൾ ഇന്നിപ്പോൾ കഴുകി കഴിഞ്ഞാലല്ലേ അതിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മക്കളുടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ഇതുപോലെ ഒരുമിച്ചാണ് ഇന്ന് എടുത്ത് വെക്കുന്നത്. കാരണം അവർ രണ്ടുപേർക്കും ഉച്ചവരെ എക്സാം ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ടീച്ചറെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് വൈകുന്നേരം ട്യൂഷനും കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വിളിക്കാൻ ചെല്ലുക. അപ്പം അതുവരെ ട്യൂഷൻ ക്ലാസ്സിലിരുന്നായിരിക്കും അവർ ഭക്ഷണമൊക്കെ കഴിക്കുക. അതുകൊണ്ട് ഇതുപോലെ ഒരുമിച്ചാക്കിയിട്ട് ഞാൻ പ്രത്യേകം ഒരു ലഞ്ച് ബാഗിലെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഇവരെ സ്കൂളിലാക്കിയതിന് ശേഷം സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടീച്ചറിൻ്റെ വീട്. അവിടെ കൊണ്ടുവന്ന് ഈ ലഞ്ച് ബാഗ് വെച്ചിട്ടാണ് വരുന്നത്. അടുത്ത ദിവസത്തേക്കുള്ള ബുക്കും ഈ ലഞ്ച് ബാഗും ഒക്കെ കൂടെ വെച്ചു കൊടുക്കും. എന്നിട്ടാണ് വരുന്നത്. അപ്പം അത് റെഡിയായി തിരിച്ചു വന്നു. അപ്പം നിങ്ങൾ ചിന്തിച്ച് കാണൂലേ, തോരനൊക്കെ 4 പേർക്ക് ഇത്രയും മതിയോ എന്നൊക്കെ. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ, അത് മക്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. എനിക്കും ഹസ്ബൻഡിനും ചപ്പാത്തിയാണേ. ഹസ്ബൻഡ് കുറച്ച് നാളായിട്ട് ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ചെക്ക് ചെയ്തിട്ടാണ് ജിമ്മിലൊക്കെ പോയി തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം ഡയറ്റൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞായറാഴ്ചകളിൽ മാത്രമേ പുള്ളി ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും ചപ്പാത്തി തന്നെയായിരിക്കും ഉച്ചയ്ക്ക് കഴിക്കുക. അപ്പം ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു. ഇതിൽ ഉപ്പും വെള്ളവും മാത്രം ചേർത്താണ് കുഴച്ചിരിക്കുന്നത്. എണ്ണയോ പാലോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അതുവരെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി. അപ്പോഴത്തേക്കും എൻ്റെ ക്ലീനിങ് സൊല്യൂഷൻ തീർന്നു. അപ്പം അത് തയ്യാറാക്കുകയാണ്. വിനീഗറും സോപ്പ് ലിക്വിഡും അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളിൽ നിൽക്കില്ലേ, അതും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. കിച്ചണിൽ മാത്രമല്ല നമ്മളെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനും ഒക്കെ ഞാൻ ഇതേ സെയിം സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. അവിടത്തേക്ക് ഇതുപോലെ വേറൊരു ബോട്ടിലിൽ സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മുടെ സ്റ്റൗവും പാചകവും എല്ലാം തേച്ച് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം തീർന്നു, അതൊന്ന് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അതെടുത്ത് വെച്ചു. അതിനുശേഷം ഇന്നത്തെ ദിവസം കഴുകിയ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതുപോലെ ഇവിടെ വെക്കുകയാണ്. അവിടെ ആ ജനലും ഉണ്ട്. പിന്നെ നല്ല ചൂട് കാലാവസ്ഥയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഉണങ്ങി കിട്ടും കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കും. അപ്പം മാവ് വീണ്ടും എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ 4 പീസസ് ആക്കി എടുക്കുകയാണ്.
അപ്പൊ ഇനിയും എങ്ങനെയാണ് സ്ക്വയറിലും ട്രയാങ്കിളിലും ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തും പോലെ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നെയ്യ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എണ്ണ തേച്ചാലും മതി കേട്ടോ. എന്നിട്ട് അതിന്റെ മീതെ കുറച്ച് മാവ് ഇതുപോലെ തൂറ്റി കൊടുക്കുന്നത് മടക്കുക. അതിനുശേഷം വീണ്ടും നെയ്യും തേച്ച് മാവും തടവിയതിനു ശേഷം വീണ്ടും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പരത്തുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ഞാൻ ഇപ്പൊ കൈ കൊണ്ട് കാണിച്ചില്ല, ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പിച്ചാത്തി വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഹേർട്ട് ഷേപ്പും ആവും കേട്ടോ. അപ്പൊ ഞാൻ വാലന്റൈൻസ് ഡേക്ക് അങ്ങനെയാണ് ഹേർട്ട് ഷേപ്പ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പൊ ദേ അതുപോലെ രണ്ടാമത്തതും നന്നായിട്ട് പരത്തിയെടുത്ത് അതേപോലെ തന്നെ ആദ്യം നെയ്യൊന്ന് തൂവി കൊടുത്തു. അതിനുശേഷം മാവ് ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുത്തു. മാവൊന്നും തുടയ്ക്കൊന്നും വേണ്ട കേട്ടോ. വീണ്ടും നടുക്കുന്ന മടക്കിയതിന് ശേഷം വീണ്ടും അതേപോലെ നെയ്യും മാവും ഇട്ടു. വീണ്ടും ഒന്ന് മടക്കിയിട്ട് മാവ് പൊടി തൂറ്റി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ വല്ലതും ഉപയോഗിക്കാം. പിന്നെ സ്ക്വയർ ഷേപ്പ് ചപ്പാത്തി കാണിച്ചു തരാവേ. അതിനായിട്ട് ദേ ഇതുപോലെ റൗണ്ടിന് ആദ്യം ചപ്പാത്തി പരത്തിയെടുത്തു. ഇനി അതിലേക്ക് മറ്റേതിൽ ചെയ്തതുപോലെ തന്നെ നെയ്യ് ദേ ഇതുപോലെ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. അതിനുശേഷം മാവ് പൊടിയെടുത്ത് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്തു. അതിനുശേഷം ഇത് മടക്കുന്ന രീതിക്കാണ് വ്യത്യാസം കണ്ടോ. മുകളിൽ നിന്നും താഴെ നിന്നും പകുതി വെച്ച് മടക്കി. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും പകുതി വെച്ച് മടക്കി. എന്നിട്ട് രണ്ട് സൈഡിലും മാവ് പൊടി ഇട്ടിട്ട് ദേ ഇതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് പരത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വയർ ഷേപ്പ് ചപ്പാത്തിയും റെഡിയാവും. അപ്പൊ ദേ രണ്ടാമത്തെ ചപ്പാത്തി അതുപോലെ തന്നെ പരത്തി എടുക്കുകയാണ്. നമുക്ക് നെയ്ക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ നെയ്യ് ഉപയോഗിച്ചേ ഉള്ളൂ. അപ്പൊ ദേ നമ്മളെല്ലാം പരത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായതിനു ശേഷം നമ്മൾ ഒരു ചപ്പാത്തി ഇട്ട് കൊടുത്തു. ഈ ചപ്പാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്തൊന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ ദേ ഇതുപോലെ വീർത്ത് വരും. അപ്പൊ ഞാൻ എന്നിട്ട് മീതെ നിങ്ങൾക്ക് കാണിക്കുന്നത് കൊണ്ടാണ് മീതെയും ഇച്ചിരി നെയ്യ് തടവി കൊടുത്തത്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തടവും, അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ മീതെ തടവത്തില്ല, കാരണം ഓൾറെഡി അകത്തുണ്ടല്ലോ. പിന്നെ റൗണ്ടിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മീതെ ഇച്ചിരി നെയ്യ് തടവി കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ പറയും പോലെ ചീത്ത കൊളസ്ട്രോൾ, അതായത് വേണ്ടാത്ത കൊളസ്ട്രോളാണ് ഇതിപ്പം നെയ്യിലൊക്കെ നല്ല കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അതുപോലെ 4 ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത ആ നെയ്യുടെ പാത്രമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം വെച്ചു. പിന്നെ നമ്മുടെ വെള്ളം തിളച്ച് അത് ഓഫ് ചെയ്തു. അപ്പോൾ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു. ഇന്നൊരു എക്സ്ട്രാ ജോലിയുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഞായറാഴ്ചകളിൽ നമ്മുടെ എല്ലാവരുടെയും ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ഒരുമിച്ച് തേച്ച് ഹാങ്ങറിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഈ ഞായറാഴ്ച സമയം കിട്ടിയില്ല, അതുകൊണ്ട് തേക്കാനും പറ്റിയില്ല. അപ്പം ദേ ഇന്ന് ആ ഒരു ജോലി എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം തേച്ച് മക്കൾക്ക് ഇടാനുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനും ഡ്രസ്സ് തേച്ച് എടുത്ത് പോയി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി രണ്ടുപേർക്കും ഒന്ന് തല കെട്ടി കൊടുക്കണം. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോയ നേരം കൊണ്ട് ചേച്ചി അനിയത്തി നമ്മൾ എന്തോ കാര്യത്തിന് ഉടക്കായി. അങ്ങനെ ഞാൻ ഇളയാളെ ഒന്ന് സമാധാനിപ്പിച്ച് വല്ലവിധനും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആശാത്തിയുടെ ദേഷ്യവും പിണക്കമൊന്നും മാറിയിട്ടില്ല. അദ്ദേഹം എടുത്ത എന്തോ ഒരു സാധനം ചേച്ചി വേണമെന്നും പറഞ്ഞ് വാങ്ങിച്ചെന്നോ അങ്ങനെ എന്തോ ആണ്. ഈ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ദേ രണ്ടുപേരുടെയും തലയിൽ കുത്തി കൊടുത്ത് ഞങ്ങൾ ദേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ മക്കളുടെ സ്കൂളിലേക്ക്. ഇവർ പഠിക്കുന്നത് ഹോളി ഏഞ്ചൽസിലാണ്. അപ്പം ദേ പോകുന്ന വഴിക്കൊക്കെ വഴി അത്ര ഇതുപോലെ കുഴിച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് പോകാൻ. അടുത്ത ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, മഴയാവുന്നതിന് മുമ്പ് ഇതൊന്ന് ടാർ ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരുകയാണ്. അപ്പം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.